യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ബിക്കോസ് ആ കർത്താവ് നമ്മെ തൻ്റെ ജനമായും തൻ്റെ അവകാശമായും തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയരെ, ദൈവം നമ്മെ തൻ്റെ അവകാശമാക്കി മാറ്റിയിരിക്കുന്നു. ദൈവം എന്നെ തൻ്റെ മകനായും മകളായും നമ്മളെ ദൈവം തൻ്റെ ജനമായും കണ്ടിരിക്കുന്നു, അങ്ങനെ ആക്കിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമുക്ക് വരുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹം പ്രാപിച്ചു തുടങ്ങുകയാണ്. മാത്രവുമല്ല, പിതാവാം ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തയേശുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു ബോധ്യം നമ്മളിലേക്ക് വരികയും ആ ബോധ്യത്താൽ നമ്മൾ ലീഡ് ചെയ്യപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതം അങ്ങനെ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം വരും. പ്രൈസ് ദി ലോർഡ്. സോ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് ഞാൻ 106 സങ്കീർത്തനം വായിച്ചപ്പോൾ അതിൻ്റെ 106 വാക്യത്തിൽ ഇപ്രകാരം ഞാൻ കാണുവാനിടയായി: ദൈവം തൻ്റെ അവകാശത്തെ ഉപേക്ഷിച്ചു. സോ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. ദൈവത്തിന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ? ദൈവത്തിന് തൻ്റെ അവകാശത്തെ തള്ളിക്കളയാൻ കഴിയുമോ? ഞാൻ പറയും, ഒരിക്കലും ദൈവത്തിന് നമ്മെ മനഃപൂർവ്വമായി തള്ളിക്കളയാൻ കഴിയില്ല, മനഃപൂർവ്വമായി ഉപേക്ഷിക്കാൻ കഴിയത്തില്ല നമ്മുടെ കർത്താവിന്. ഒരുപക്ഷെ ലോകത്തിലുള്ള നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മളെ കരുതുമെന്ന് നമ്മൾ വിചാരിക്കുന്നവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ, സ്നേഹിതരെന്ന് നമ്മൾ വിചാരിക്കുന്നു, ഇവർക്കൊക്കെ നമ്മെ കാപഢ്യമായി സ്നേഹിക്കാൻ കഴിയും, കാപഢ്യമായി നമ്മെ ചേർത്ത് പിടിക്കാൻ കഴിയും, നമ്മോടൊപ്പം അവരുണ്ടെന്ന് നമ്മളെ അഭിനയിച്ച് കാണിക്കും. പക്ഷെ ഒരു സമയം വരുമ്പോൾ അവർ നമ്മെ തള്ളിക്കളയും, ഒരു സമയം വരുമ്പോൾ അവർ നമ്മെ ഉപേക്ഷിക്കും. അതൊരു ആഘോഷമാക്കി മാറ്റി അതവർ സന്തോഷമാക്കി മാറ്റുകയും ചെയ്യും. അതാണ് ലോകസ്നേഹവും ലോകത്തിലുള്ളവരും കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മെ മനഃപൂർവ്വമായി തള്ളിക്കളയുകയില്ല. തള്ളിക്കളയുന്നു എന്ന് ഇപ്പം നമ്മൾ വചനത്തിൽ കണ്ടതുപോലെ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാൽ മനസ്സിലാക്കിക്കണോ, അത് സദാകാലത്തേക്കുമായിട്ട് അവൻ നമ്മെ തള്ളിക്കളയുകയല്ല. നമ്മുടെ അകൃത്യങ്ങൾ കാരണം അത്രേ, വചനപ്രകാരം പറയുന്നുണ്ട്, അവരുടെ അകൃത്യങ്ങൾ കാരണം അത്രേ അവൻ അവരെ തള്ളിക്കളഞ്ഞത്, അവരെ മറന്നതുപോലെ കാണിച്ചത്. എന്നാലും അവരൊരു മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന പിതാവായി നമ്മുടെ സ്വർഗീയ പിതാവിനെ വചനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നൊരു ഭാഗമാണ് മുടിയനായ പുത്രൻ്റെ കഥ. അവിടെ പറയുന്നത്, മുടിയനായ പുത്രനായ മനുഷ്യൻ, ആ പുത്രൻ തൻ്റെ പിതാവിൽ നിന്ന് തനിക്കുള്ള അവകാശത്തെ വാങ്ങിക്കൊണ്ട് ദൂരൊരു പ്രദേശത്തേക്ക് കടന്നുപോയി ആ അവകാശത്തെ മുഴുവനും നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോൺസിക്വൻസ് എല്ലാം താൻ അനുഭവിച്ച് അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിതാവിൻ്റെ സ്നേഹവും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും താൻ എങ്ങനെയായിരുന്നു എന്നുള്ള ബോധ്യം തനിക്ക് വന്നപ്പോൾ അവൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക്